ഹായ്. കെ.ടി. മൻസൂർ കഥയും സംവിധാനവും ചെയ്ത് 2024 പുറത്തിറങ്ങിയ മെമ്മറി പ്ലസ് എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയിൽ അനീഷ് മേനോൻ, അനു ആന്റണി, നവാസ് വള്ളിക്കുന്ന്, ഉണ്ണിരാജ, സ്മിനു സിജോ, സീനത്ത്, പിന്നെ ശിവജി ഗുരുവായൂർ തുടങ്ങിയവരാണ് മുഖ്യ കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഏകദേശം 2 മണിക്കൂറുണ്ട്. ഇതൊരു ഫാമിലി മൂവിയാണ്. ഇത് കുറച്ച് ലാഗ് ഉണ്ട് ഈ ഒരു സിനിമ, എന്നാലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നൈസ് മൂവിയാണ്. എല്ലാവരും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മമ്മൂക്കാടെ അനിയനാണെന്ന് തോന്നുന്നു, അനിയനോ ഏട്ടനോ, മറ്റേ മക്ബൂൽ സൽമാന്റെ വാപ്പിച്ചി, മൂപ്പരും ഈ സിനിമയിൽ ഒരു കഥാപാത്രത്തെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങേരും നല്ല രസമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതായത് ഗൾഫിൽ നിന്നും തിരിച്ചു വന്നിട്ടുള്ള ഒരു പ്രവാസിയുടെ ഒരു അനുഭവങ്ങൾ ഇതിൽ വളരെ രസകരമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ വീട്ടിൽ നിന്നും ഇറങ്ങിയ ഒരു മകൾ, അതായത് സ്നേഹിച്ച ആളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയ ആ മകളുടെ ഒരു ലൈഫും കാണിക്കുന്നുണ്ട്. പക്ഷെ ആ മകൾ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ മകൾ പോലും അറിയാതെ അച്ഛനാണ് സഹായിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഈ സിനിമ എടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല രസമുള്ള ഒരു കഥയായിരുന്നു. ഇത് കുറച്ച് ഒരു 2 മണിക്കൂറത്തേക്ക് വേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊന്നുകൂടെ ഒന്നുകൂടെ രസകരമാക്കിയിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ല രസമായിരുന്നു. പിന്നെ അതുപോലെ 1-2 പാട്ടുകളുണ്ട്, പാട്ടുകളും കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല, ബോറടി ഒന്നുമില്ല. ഈ സിനിമ കണ്ടിരിക്കാം. നമുക്ക് ബോറടിക്കുന്ന സീക്വൻസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചില സംഭവങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ, അതായത് ചില വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ശരിക്കും ഇപ്പൊ ഈ ഒരു നമ്മുടെ മമ്മൂക്കാടെ അനിയന്റെ ഒരു ക്യാരക്ടർ, അനിയനോ ഏട്ടനോ മൂപ്പരുടെ ഒരു ക്യാരക്ടർ ശരിക്കും ഒരു പ്രവാസി ജീവി, അതായത് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പലരുടെയും ലൈഫിൽ ഉണ്ടാവുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതായത് ഒരു വിലയില്ലാത്ത പോലത്തെ ഒരു ഇത്, അതായത് പകുതി ജീവിതം അങ്ങ് ഗൾഫിൽ ജീവിച്ച് തീർത്ത ഒരു മനുഷ്യൻ നാട്ടിൽ വരുമ്പോൾ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതും വളരെ നല്ല രസകരമായിട്ട് തന്നെയാണ് ആ സിനിമയുടെ സീക്വൻസ് എടുത്തിട്ടുള്ളത്. അതുപോലെ വീട്ടിൽ നിന്നൊരു വിലയില്ലാണ്ടാവുമ്പോൾ ഈ പറഞ്ഞ ഈ വൃദ്ധസദനം അതുപോലുള്ള സംഭവങ്ങളിലോട്ട് പോവേണ്ട ഒരു അവസ്ഥ, അതൊക്കെ നല്ല രസമായിട്ട് തന്നെ സംവിധായകൻ ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ കുറച്ച് ഫോൾട്ടുകളൊക്കെ ഈ സിനിമയിൽ സംഭവിച്ച കാരണം കൊണ്ടായിരിക്കാം ഈ സിനിമ അത്രയും വലിയൊരു പ്രേക്ഷകരുടെ ഇടയിലോട്ട് വരാൻ പറ്റാതായി പോയെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത് 2024 ഇറങ്ങിയ ഒരു സിനിമ കൂടിയാണ്. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ഫാമിലി സ്റ്റോറി കൂടിയാണ്. എല്ലാവരും നല്ല രസകരമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. കാണാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, മോശം പറയാനൊന്നും ഈ സിനിമയിലില്ല. ഇതൊരു ചെറിയൊരു സിനിമയാണ്, വലിയ വലിയ അഭിനേതാക്കളൊന്നും അല്ല എന്നുള്ളത് മാത്രമാണ് ഈ സിനിമയെ റിജക്ട് ചെയ്യാൻ ആൾക്കാർ വിചാരിക്കുന്നതുകൊണ്ട്. അത്രയും വലിയ മോശമൊന്നും ഈ സിനിമക്ക് ഞാൻ കണ്ടപ്പോൾ തോന്നിയില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥ, അത് വളരെ രസകരമായിട്ട് സംവിധായകൻ എടുത്തു വെച്ചിട്ടുള്ള നല്ലൊരു സിനിമയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. പക്ഷെ ഒരു 1 ടൈം മൂവിയാണ്. നമ്മൾ ഒരുപാട് വട്ടം സിനിമ കാണാൻ ചാൻസ് ഇല്ല എന്നെങ്കിലും രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നൈസ് ഒരു സിനിമ കൂടി തന്നെയാണ് മെമ്മറി പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്ക് അതിന്റെ ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. കാണാത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സിനിമയാണ് കേട്ടോ. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.